സഖാക്കൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ഒരേ ഒരു നേതാവാണ് സഖാവ് AKG. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ എപ്പോഴും നേതാക്കൾക്കും ഏറ്റവും മുന്തിയ പരിഗണന നമ്മൾ നൽകാറുണ്ട്. അതിലൊന്ന് സഖാവ് EMS ആണ്. സഖാവ് EMS ആശയരംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശരിയായ പാത തെളിച്ച പ്രിയപ്പെട്ട സഖാവാണ് സഖാവ് EMS. രണ്ട് സഖാവ് P. കൃഷ്ണപിള്ളയാണ്. സംഘടനാ കരുത്തിൻ്റെ പ്രതീകമാണ് സഖാവ് P. കൃഷ്ണപിള്ള. സംഘടനാപരമായ കെട്ടുറപ്പും പാർട്ടി സഖാക്കളിൽ സംഘടനാപരമായിട്ടുള്ള ബോധവും വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു സഖാവ് P. കൃഷ്ണപിള്ള. അടുത്ത നേതാവ് പ്രിയപ്പെട്ട സഖാവ് AKG ആണ്. AKGയുടെ പ്രത്യേകത ഏതു പ്രശ്നത്തിലും ഉടൻ പ്രതികരിക്കുന്ന ഒരു നേതാവാണ് സഖാവ് AKG. സാധാരണക്കാരൻ്റെ കണ്ണീരും പ്രയാസവും കണ്ടാൽ പിന്നെ പാർട്ടി തീരുമാനങ്ങൾക്കൊന്നും നോക്കാതെ ഉടനടി ആ പ്രശ്നത്തിൽ ഇടപെടുന്ന സ്വഭാവക്കാരനാണ് സഖാവ് AKG. അതുകൊണ്ട് തന്നെ ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. സഖാക്കൾക്കറിയാവുന്നതുപോലെ കോൺഗ്രസ് പാർട്ടിയിലൂടെ, സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലൂടെ, പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ, അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിയ സഖാവാണ് സഖാവ് AKG. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം മുഴുവൻ വ്യാപിക്കുന്ന നിരവധി ജാഥകൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സഖാവാണ് സഖാവ് AKG. അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനത്തിൻ്റെ നാളുകളിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിർണായകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സഖാവാണ്. അതുപോലെ ആ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും വലിയ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സഖാവായിരുന്നു സഖാവ് AK ഗോപാലൻ. ആ സഖാവിൻ്റെ പ്രത്യേകത കർഷക സംഘത്തിൻ്റെ കിസാൻ സഭയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കർഷകരെ ആകെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാരൻ സ്വാതന്ത്ര്യം നൽകുമ്പോൾ അതുവരെ രാഷ്ട്രീയ തടവുകാരായി ജയിലിൽ പാർപ്പിച്ചവരുന്നവരെല്ലാം മോചിപ്പിച്ചു. അന്ന് മദിരാശി ജയിലിലുണ്ടായിരുന്ന സഖാവ് AKG അടക്കമുള്ള ആളുകൾ മദിരാശി ജയിലിലായിരുന്നു. സഖാവ് AKGയെ ഒഴികെ ബാക്കി എല്ലാവരെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. AKGയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചില്ല. പക്ഷേ സഖാവ് AKG ജയിലിനകത്ത് ആ ദിനം ആഘോഷിച്ചു. ഒരു പതാക കണ്ടെത്തി ആ പതാക ജയിലിനകത്ത് ഉയർത്തിയാണ് സഖാവ് AKG ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. ഒക്ടോബർ വരെ അദ്ദേഹത്തെ ജയിലിൽ തന്നെ പാർപ്പിച്ചിരുന്നു. ഒക്ടോബറിലാണ് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിടുന്നത്. തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ഡിസംബറിൽ വീണ്ടും സഖാവ് AKGയെ ജയിലിലേക്ക് അയച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏറ്റവും കൂടുതൽ ജയിൽവാസം കരുതൽ തടങ്കലിൽ വെച്ച രാഷ്ട്രീയ നേതാവ് സഖാവ് AKG ആയിരുന്നു. ആ കരുതൽ തടങ്കലിൻ്റെ ഭാഗമായി തന്നെ സുപ്രസിദ്ധമായ ഒരു കേസ് ഉണ്ടായിരുന്നു. സഖാവ് AK ഗോപാലൻ വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കേസ്. കരുതൽ തടങ്കലിനെതിരായി ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലേക്ക് ഒരു കേസ് വന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസും 5 ജഡ്ജിമാരും അടങ്ങുന്ന 6 പേരടങ്ങുന്ന ബെഞ്ച് ഈ കരുതൽ തടങ്കലിന് എതിരായിട്ട് AK ഗോപാലൻ കൊടുത്ത കേസിൽ വിസ്താരം നടത്തി. ആ കേസ് സംബന്ധിച്ചിടത്തോളം ഒരു പൗരന്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്, നമുക്ക് ഭരണഘടന വിഭാവന ചെയ്യുന്ന 19, 21, 22 സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള അവകാശം, ഇതെല്ലാം വെച്ചുകൊണ്ട് നന്നായിട്ട് ആ കേസ് നടത്തുകയുണ്ടായി. ഇന്നും നമ്മുടെ
കോടതികളുടെ ചരിത്രത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഏടായിട്ട് മാറുകയാണ്. ആ കരുതൽ തടങ്കൽ നിയമത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ AKGയെ നിരന്തരം കരുതൽ തടങ്കലിൽ വെച്ചതിനായിട്ടുള്ള കേസ്. പക്ഷേ കോടതി അവസാനം ഗവൺമെന്റിന് അനുകൂലമായിട്ടാണ് ആ വിധി പ്രസ്താവിച്ചത്. ഗവൺമെന്റിന് ചില അവസരങ്ങളിൽ കരുതൽ തടങ്കലിൽ വെക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ ആ കേസിന്റെ വിധി അവസാനം പ്രഖ്യാപിക്കുന്നത്. പക്ഷേങ്കിലും നിയമ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കേസായിട്ട് മാറിയിട്ടുണ്ട്. AKGക്ക് പലപ്പോഴും വക്കീലന്മാരുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയായിരുന്നു വക്കീൽ. നല്ല പ്രധാനപ്പെട്ട ലായർമാർ കേസ് വാദിക്കുന്നതിനേക്കാൾ ഭംഗിയായി കോടതി മുറികളിൽ അദ്ദേഹം കേസ് വാദിക്കുമായിരുന്നു. നന്നായിട്ട് ക്രോസ് ചെയ്യുമായിരുന്നു. പെരുമ്പാവൂർ കോടതിയിൽ ഒരിക്കൽ ഒരു സബ് ഇൻസ്പെക്ടറെ വിസ്തരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് നമ്മുടെ രാജ്യത്തെ അഭിഭാഷകർ തന്നെ പാടി പുകഴ്ത്തിയതാണ്. കൃത്യമായി ക്രോസ് ചെയ്യാൻ സഖാവ് AKGക്കുള്ള ഒരു പങ്ക് വളരെ വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. 957 നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സഖാവ് EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അന്നാണ് പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ നമ്മൾ എടുക്കുന്നത്, ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ നിയമവും. ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി AKG എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പങ്ക് വളരെ ശ്ലാഘനീയമാണ്. രണ്ടാമത് 1900 നമ്മുടെ ഗവൺമെന്റിനെ 59 പിരിച്ചുവിട്ടു. വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത്. പിന്നീട് 67 നമ്മൾ വന്നു. 69 വീണ്ടും ഗവൺമെന്റ് പോയി. 69 ഗവൺമെന്റ് പോകുമ്പോഴും നാം കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അന്ന് CPIയെ കൂടി കൂട്ടുപിടിച്ച് C അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നു. C അച്യുതമേനോനോട് നിരവധി പ്രാവശ്യം AKG അടക്കമുള്ള നേതാക്കന്മാർ സംസാരിച്ചു. ആ ഭൂപരിഷ്കരണ നിയമം നിങ്ങൾ നടപ്പിലാക്കണം. തലചായ്ക്കാൻ ഇടമില്ലാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾക്ക് ഒരു തുണ്ട് ഭൂമി ലഭിക്കുന്ന ആ നിയമം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് C അച്യുതമേനോൻ ഭരണത്തിലിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അച്യുതമേനോൻ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ആ സന്ദർഭത്തിലാണ് 1969 ഒരു വലിയ ജാഥ തെക്കു നിന്നും വടക്കു നിന്നും സംഘടിപ്പിച്ച് ആലപ്പുഴയിൽ 1969 ഡിസംബർ മാസം 13, 14 തീയതികളിൽ സമാപിപ്പിച്ച് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. 1970 ജനുവരി മാസം 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്നില്ലെങ്കിൽ സ്വയം ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് ഞങ്ങൾ പോകും. അത് ഏറ്റെടുത്തതായി കണക്കാക്കി ഞങ്ങൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുമെന്ന് മഹാനായ AKGയുടെ പ്രഖ്യാപനം. കേന്ദ്ര നേതാക്കന്മാരടക്കം പങ്കെടുത്ത മഹാറാലി 5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആലപ്പുഴയിലെ സമ്മേളനം. ആ സമ്മേളനത്തെ തുടർന്നാണ് 1970 ജനുവരി മാസം 1-ാം തീയതി സ്വമേധയാ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ അച്യുതമേനോൻ ഗവൺമെന്റ് ഭൂമി കൊടുക്കാൻ തയ്യാറായില്ല. ഭൂമിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ കടന്നു കയറി. 1.5 ലക്ഷത്തോളം ആളുകൾ ഈ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ട് ഭൂമികളിലേക്ക് പ്രവേശിക്കുകയും ഭൂമി തങ്ങളുടേതായി സ്വന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പോലീസിനെ ഉപയോഗിച്ചു, പട്ടാളത്തെ ഉപയോഗിച്ചു, ഗുണ്ടകളെ ഉപയോഗിച്ചു. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് കൊടിയ മർദ്ദനം വന്നു. പക്ഷേ പിന്മാറേണ്ടി വന്നില്ല. പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യം വന്നു. നിരവധിയായ സമരങ്ങൾ, അമരാവതി സമരമാണെങ്കിലും നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് മുടവൻമൂളിലേക്ക് നടത്തിയ സമരം 27 വളണ്ടിയർമാരുമായി പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം, അതിലെ സഖാവ് കാട്ടായിക്കോണം V ശ്രീധറും ആവണാകുഴി സദാശിവനും അതുപോലെ തന്നെ സഖാവ് K നിരുദ്ധനും അടക്കമുള്ള നേതാക്കന്മാർ നയിച്ച ആ മുടവൻമുകൾ സമരം. അങ്ങനെ AKGയെ സംബന്ധിച്ചിടത്തോളം സമര തീച്ചൂളയിൽ ഉയർന്നു വന്ന ഒരു സഖാവ്, അന്യന്റെ വേദന സ്വന്തം വേദനയായി മനസ്സിലാക്കി ഏത് അവസരത്തിലും ഒരു തീരുമാനവുമില്ലാതെ പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു ചാടുന്ന ഒരു പ്രകൃതമായിരുന്നു സഖാവ് AKGയുടേത്. അങ്ങനെയുള്ള ഒരു പ്രിയങ്കരനായിട്ടുള്ള സഖാവ്, ആ സഖാവിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 നേതാക്കന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. സഖാവ് EMSഉം P കൃഷ്ണപിള്ളയും AKGയും അവർ തൊടുത്തുവിട്ട അമ്പുകൾ, അവർ തൊടുത്തുവിട്ട പ്രവർത്തനങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മെ നയിക്കുന്നത്. അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി, പ്രിയപ്പെട്ട സഖാക്കളെ, ഈ
സ്തൂപത്തിന്റെ മുൻവശത്ത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് പ്രായം കൂടുതലായി, എനിക്ക് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു, അസുഖങ്ങളാൽ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. ഞാനൊരു വലിയ സുപ്രഭാതം മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത, ഉള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള ഒരു വലിയ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം നടപ്പാകുമെന്ന് സ്വപ്നം കണ്ടവനാണ് ഞാൻ. പക്ഷേ എൻ്റെ വാർദ്ധക്യം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു, അസുഖം ബാധിച്ചിരിക്കുന്നു. പ്രിയമുള്ള സഖാക്കളെ, അത് കാണാൻ എനിക്ക് കഴിയില്ല എന്നെനിക്ക് തോന്നുന്നു. എനിക്കത് കാണാൻ കഴിയില്ലെങ്കിലും പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനൊരു സൂര്യോദയം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള AKG. ആ AKGയുടെ സ്മരണ തുടിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്.